Good afternoon to all. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Yeah, good afternoon. എന്താണ് ആരും ആക്റ്റീവ് അല്ലാത്ത പോലെ? ടയർഡ് ആണോ? Active. ആക്റ്റീവ് ആണ്. Sure. Active ആണ്. Sure. Yes. Okay. എല്ലാവരും ആക്റ്റീവ് ആണ്. Yeah. So start ചെയ്യാന്നാണ്. Prayer. Ma'am. Yes, ma'am. Start here. Dear God, I am thankful for all you give, for food, for love, a place to live. I thank you for my family too. And I want you to know that I love you, Jesus. Thank you. Yes. Next. Okay. Let's start class by a quote against child labor. Children need to be good learners, not hard workers. Sign in by Rishana. Thank you, ma'am. Good afternoon. Yeah, പറയൂ. Yeah, ജിഷ, thought of the day ആണോ? Yes, ma'am, പറയാം. Okay. If you have a dream, never let go of it. Chase it till the end. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ടുകളയരുത്, അത് അന്ത്യം വരെ തുടരുക. താങ്ക് യു മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Okay. So let's start this class. So കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഡയറക്ട് സ്പീച്ച് അല്ല സ്റ്റേറ്റ്മെന്റ് എല്ലാം ക്ലിയർ ആണ്. ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലിയർ? ഓൾ ക്ലിയർ? പറയൂ. Almost clear ആണ്. ഓൾമോസ്റ്റ് ഉള്ളൂ, ക്ലിയർ അല്ല. എന്ത് പറ്റി? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നാല് എല്ലാവരും. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തേ. സ്റ്റേറ്റ്മെന്റ് പറയൂ. എന്താണ് മനസ്സിലാവാത്തെ? പേര് എന്തായിരുന്നു? പേര് അബ്ബാസ് എന്നല്ലല്ലോ പേര്. അതല്ല മിസ്, ക്ലിയർ ആണ്. പക്ഷെ ചില ഇപ്പൊ അന്നത്തെ തന്നെ മിസ് തന്ന ചിലതില് തിരുത്തുമ്പോ ഒരു ചെറിയ ഡൗട്ട് ഒക്കെ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. സബ്ജക്റ്റ് ആണോ? അത് വിഷയമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല മിസ്സേ, ക്ലിയർ ആണ്. അത് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണ്. സോ ലെറ്റ്സ് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ? ഞാൻ ചോദിച്ചു why are you late? അപ്പൊ നിങ്ങൾ എന്ത് പറയും? തേർഡ് പേഴ്സണോട് നിങ്ങൾ പോയി പറയും മിസ് മാം ചോദിച്ചു, അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചു, ഞാൻ എന്താണ് ലേറ്റ് ആയത് എന്ന് ചോദിച്ചു എന്ന് പറയില്ലേ? അല്ലേ? അവൾ എന്താണ് ലേറ്റ് ആയതെന്ന് ടീച്ചർ ചോദിച്ചു. സോ നമുക്ക് ക്വസ്റ്റ്യനും കൂടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. സോ സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ടെൻസ് എല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചാല് അത് ഏത് ടെൻസ് ആണ്? യാ, ഇപ്പോഴാണ് കയറിയത്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറയാം. അതായത് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചു അല്ലെ? ഒരു കാര്യം ഒരാൾ പറഞ്ഞാല് അത് നമുക്ക് തേർഡ് പേഴ്സണോട് പോയി പറയാനുള്ളത് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മളത് പഠിച്ചതാണ്. സോ ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് വൈകിയത്? ഞാനിപ്പോ ഒരാളോട് ചോദിക്കുകയാണ്, ഫൗസാനോട് ചോദിക്കുകയാണ് വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചു. അപ്പോ ഇത് കേട്ട ഒരാള് തേർഡ് പേഴ്സണോട് പോയി പറയാണ്, ടീച്ചർ അവരോട് ചോദിച്ചു എന്താണ് നമ്മൾ വൈകിയത്
എന്നാ ടീച്ചർ അവരോട് ചോദിച്ചു എന്നല്ലേ പറയാ മലയാളത്തില്, അല്ലെ? അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. സോ അതാണ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. സോ വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ച ആ ചോദ്യം അത് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം അത് ഏത് ടെൻസ് ആണ്. ടെൻസ് പറയൂ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ്. വൈ ആർ യു ലേറ്റ്? സിമ്പിൾ പ്രസന്റ് ലേറ്റോ? അത് പ്രസന്റ് അല്ലേ? പ്രസന്റ് ആണ്. അതിൽ പ്രസന്റ് ആർ യു വന്നതുകൊണ്ട് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ അതിനകത്ത് പ്രസന്റ് കണ്ടിന്യൂസോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡൗട്ട് ആവുന്നത്. കണ്ടിന്യൂസ് അല്ലേ? ആർ യു ഒക്കെ യൂസ് ചെയ്യുന്നത്, ഒബ്സർവ് യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലല്ലേ, അല്ലേ? അതെ. ആർ യു ലേറ്റ് എന്ന് പറയുന്ന ആ ചോദിക്കുന്ന ചോദ്യം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലോ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്കാ മാറ്റാം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്. പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റും. അല്ലേ? ഇത് തന്നെയാണ് ക്വസ്റ്റ്യനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ആ ടെൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്കാണ് മാറ്റുക എന്നുള്ളത് നോക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസം വരും എന്ന് മാത്രം നമുക്ക് പഠിക്കാം. ടെക്സ്റ്റിൽ തന്നെ നോക്കിയാൽ നിങ്ങളുടെ The teacher said to the boy, why are you late? ചോദിക്കുകയാണല്ലേ. The teacher said to the boy, why are you late? So why are you late എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടീച്ചർ അവനോട് ചോദിക്കുകയാണ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ said that എന്ന് പറഞ്ഞു. said that. ഇവിടെ said that അല്ല വേണ്ടത്, asked ആണ് വേണ്ടത്. asked. The teacher asked the boy. ടീച്ചർ ബോയിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? Why are you late? ആ why are you late നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സോ ഇത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ why, what, when, how ഇതെല്ലാം WH ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഫ്രണ്ടില് why വന്നിരിക്കുന്നത്. WH ആണ്, അല്ലെ? why. സോ അത് why are you late എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും WH ക്വസ്റ്റ്യൻ ആകുമ്പോ ആ WH ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതാം. ഓക്കെ. അത് അങ്ങനെ തന്നെ എഴുതാം. വൈ വന്നു. അതിനുശേഷം നമ്മൾ അവിടെ എഴുതേണ്ടത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനുശേഷം എഴുതേണ്ടത് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ. വൈ ആർ യു ലേറ്റ് ആരോടാണ് ചോദിച്ചത്? ബോയിയോടാണ് ചോദിച്ചത്, അല്ലെ? ആര് ചോദിച്ചു? ടീച്ചർ ചോദിച്ചു. ടീച്ചർ ചോദിച്ചു, അല്ലെ? അപ്പൊ ടീച്ചർ ചോദിച്ചു, ടീച്ചർ ബോയിനോട് ചോദിച്ചു എന്താണ് അവൻ എന്തുകൊണ്ടാണ് ചെയ്തത്, അല്ലെ? അപ്പോ സബ്ജക്ട് അവിടെ ആരാണ്? ബോയ് അല്ലേ? ബോയ് ആണ്. ടെക്സ്റ്റിൽ നോക്കണ്ട, ടെക്സ്റ്റിൽ ഷീ ആണ് കൊടുത്തിരിക്കുന്നത്, നോക്കണ്ട. ബോയ് ആണ്, അല്ലെ? അപ്പോ the teacher asked the boy why he, അവിടെ he ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ മാറ്റേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസിലേക്കാണ്. he ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് was അല്ലെങ്കിൽ where ആയിരിക്കണം, അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ്? പ്രസന്റ് അല്ല, പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ്? was അല്ലെങ്കിൽ where ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ he ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യണം? Was യൂസ് ചെയ്യണം. Was യൂസ് ചെയ്തു. then late. That's all. Okay. Why are you late എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറ്റാം. അപ്പോ WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ WH ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മൾ എഴുതും. ഫസ്റ്റ് നമ്മൾ അതാണ് എഴുതുക. അതിനുശേഷം എഴുതേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കണം. സോ അവിടെ ഡയറക്റ്റ്ലി യു ആണെങ്കിൽ അത് ഇൻഡയറക്ട്ലിക്ക് വരുമ്പോ അവിടെ സബ്ജക്റ്റ് ആരാണ്? മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കാം.
ചോദിച്ചത് ബോയിനോടായതുകൊണ്ട് സബ്ജക്റ്റോടെ ഹി ആണ്. സോ വൈ കിട്ടി. സോ പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് നമ്മൾ മാറ്റേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. സോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് ഓക്സിലറി ആണ് എഴുതാൻ നോക്കാൻ. പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഓക്സിലറി ആണ് എഴുതേണ്ടത്. സോ ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി എഴുതാം? വാസ് ആണ് എഴുതാം. സോ ലേറ്റിനെ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് മാറ്റുമ്പോൾ ഒരു ചേഞ്ചസും വരില്ല. സോ ലേറ്റ് തന്നെയാണ്. അപ്പൊ ആൻസർ എന്താ വരാ? The teacher asked the boy why he was late. Is it clear or not? Clear ആണ് മാം. ക്ലിയർ ആണ്. Yes. Clear ആണ്. Notebook എടുക്കുക. Take your notebook and write down the easy reporting of question. Okay. എന്നിട്ട് നമുക്ക് ഒരു സ്മോൾ ഹെഡിങ് എഴുതാം. WH ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, WH ക്വസ്റ്റ്യൻസ് എഴുതാം. WH ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. WH ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ yes or no ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Why are you late എന്ന് പറയുന്നത് ഒരിക്കലും ഒരു yes or no ക്വസ്റ്റ്യൻ അല്ല. എന്തുകൊണ്ടാണ് നീ വൈകിയത് അല്ലെ? yes or no ക്വസ്റ്റ്യൻ അല്ല. സോ yes or no ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് വരും? നമുക്ക് എന്ത് വരിക? Do you remember me? Do you remember me? നിനക്ക് ഓർമ്മയുണ്ടോ? yes or no നമുക്ക് ആൻസർ പറയാന്നാണ്. yes or no നമുക്ക് ആൻസർ പറയാം അല്ലെ? അപ്പൊ yes or no ക്വസ്റ്റ്യൻ വേറെ, WH ക്വസ്റ്റ്യൻസ് വേറെയാണ്. സോ സ്മോൾ ഹെഡിങ് WH ക്വസ്റ്റ്യൻ കൊടുക്കാം. ഓക്കെ, യെസ്. അതില് നമുക്കൊരു വേണമെങ്കിൽ ഒരു സ്ട്രക്ചർ പോലെ വേണമെങ്കിലും എഴുതാം. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അത് ഇന്റർവ്യൂലേക്ക് മാറ്റുമ്പോൾ ആരാണോ പറയുന്നത് അവിടെ നമുക്ക് ആസ്ക്ഡ് ആണ് വേണ്ടത് അല്ലെ? ആസ്ക്ഡ് ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ് ആണ് വേണ്ടത്. സോ സ്പീക്കർ ആരാണോ സ്പീക്കർ അവര് ആസ്ക് ചോദിച്ചു അല്ലെ? ഫസ്റ്റ് നമ്മൾ സ്പീക്കറിന്റെ കൂടെ ആസ്ക്ഡ് നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം ഒരു സ്ട്രക്ചർ. അതിനുശേഷം ഒരു റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് ആദ്യം സ്പീക്കർ ആണ് എഴുതുന്നത്. സ്പീക്കർ മീൻസ് ആരാണോ ചോദിക്കുന്നത്. ബട്ട് ഇവിടെ സ്പീക്കർ ടീച്ചർ ആണ്. ടീച്ചർ, അത് ടീച്ചർ ഇസ് എ സ്പീക്കർ. അത് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് ആണ്. മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റിലെ റിപ്പോർട്ടിംഗ് വെർബ് വരുന്നത് സെൻഡ് ആണെങ്കിൽ ക്വസ്റ്റ്യനിലെ റിപ്പോർട്ടിംഗ് വെർബ് വരുന്നത് ആസ്ക്ഡ് ആണ്. ആസ്ക്ഡ് ആരോട് ചോദിച്ചു? ദ ബോയിനോട് ചോദിച്ചു. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. അതിനുശേഷം നമുക്ക് വരേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ആണ് വരേണ്ടത് അവിടെ. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ വരേണ്ടത് സബ്ജക്റ്റ് ആണ്, കൺവേർട്ടിംഗ് ആണ്. പിന്നെ ഉള്ളത് കൺവേർട്ടിംഗ് സെന്റൻസ് ആണ്. ആർ യു ലേറ്റ് തുടങ്ങിയുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം വരുന്നത് കൺവേർട്ടിംഗ് സെന്റൻസ് എന്നാ പറയുക. അതിനെ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിനായിരിക്കണം ആദ്യം കൺവേർട്ട് ചെയ്യാം. സോ വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ യു ആണ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ആ സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആരാണോ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നോക്കാം. സോ യു എന്ന് പറയുന്നത് അവിടെ മെയിൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഹി ആഡ് ചെയ്യും. ദെൻ അടുത്ത് കൺവേർട്ട് ചെയ്യേണ്ടത് ഓക്സിലറി ആണ്, ആർ. പ്രസന്റ് കണ്ടിന്യൂസ്ലി ഓക്സിലറി ആർ ആണെങ്കിൽ സോ അത് പാസ്റ്റ് കണ്ടിന്യൂസ്ലി ഓക്സിലറി സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് മാറും അല്ലെ? സോ ഇവിടെ ഹി ആയതുകൊണ്ട് നമുക്ക് വാസ് ആണ് ആഡ് ചെയ്യുന്നത്. കാരണം സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ ഓക്സിലറി ആണ് ഇവിടെ യൂസ് ചെയ്യുക. ദെൻ സെയിം ആണ്. ലേറ്റിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ലേറ്റ് തന്നെയാണ്. സപ്പോസ് ഇനി അവിടെ ലേറ്റ് അല്ല, ടുഡേ, ദാറ്റ് ഡേ, ദെയർ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? ടുഡേ ആണെങ്കിൽ മാറാം, ടുമാറോ ആണെങ്കിലും മാറാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ക്ലിയർ ആയിട്ടുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്. ഇല്ല മിസ് എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചത്? ക്ലിയർ അല്ല എന്നാണോ? സൗഖ്യതാന്നാണ് പേര്. ക്ലിയർ അല്ല എന്നാണോ? WH ക്വസ്റ്റ്യൻസ് വാട്ട്, വേർ, വെൻ അതൊക്കെയാണോ? വൈ അതല്ലാതല്ലേ? വേറെ വെന്, വൈ, ഹൗ വരും കേട്ടോ. അതും WH തന്നെയാണ്. ഡബ്ല്യൂയിലും എച്ചിലും സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഹൗ,
നമുക്ക് WH ക്വസ്റ്റ്യനിൽ പെടുത്താവുന്ന ഒന്നാണ്. സോ next, okay. Ajit said, sorry, വേണ്ട. Wondered എന്നൊക്കെ പറയാം. സ്ട്രക്ചർ ഒന്നുകൂടെ പറയാം. സ്ട്രക്ചർ പറയുമ്പോൾ ഡൗട്ട് തോന്നരുത് കേട്ടോ. ഫസ്റ്റ് സ്പീക്കർ, then a reporting verb, speaker plus a reporting verb plus question word plus converter sentence. Converter sentence ഫസ്റ്റ് വരേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സ്പീക്കർ plus reporting verb plus question word plus converter sentence. Converter sentence first variant subject ആയിരിക്കണം. Don't forget that. Okay, what is your name? What's your name? Said the priest. What's your name? Okay, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. What's your name എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആരോടാ ചോദിക്കുന്നത്? നമ്മളോടല്ലേ? Yes. So അവിടെ എന്താ വേണ്ടേ? Priest, the priest asked ആരോട്? എന്നോട്. The priest asked me what? Question word ആണ്. So what അങ്ങനെ എഴുതാം. What is your name എന്നാണ്. Your, ഇവിടെ your എന്ന് പറയുമ്പോൾ ആരാണ്? ഞാനാണ്, എന്റെയാണ്, എന്റെ പേര് ചോദിച്ചു. My name. What's my name? Was എന്നാ വരാട്ടോ. What my name was. അവിടെ is was ആകുന്നു. ഓക്കെ, what my name was. Clear? Then ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിട്ടെ. മായ said, what is your favorite food? Maya said, what's your favorite food? Maya said, what's your favorite food? Okay, ഇതൊന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തേ. Maya said, what's your favorite food? Maya asked me, what's my favorite food? Food was Food was വരും മിസ്സേ. Food was അല്ലേ വരിക? Food was our. Maya asked me what my favorite food was. അങ്ങനെയാണ്. ഈസ് വരുമ്പോ അങ്ങനെയൊക്കെ വരാട്ടോ. പക്ഷെ അങ്ങനെ പറയുമ്പോ ഒരു സുഖല്ല. നോക്കണ്ട. അതങ്ങനെയാണ്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല. പൊതുവെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സുഖമില്ല. നിങ്ങൾ മലയാളത്തിൽ ഒന്ന് പറഞ്ഞത്. മായ എന്നോട് ചോദിച്ചു എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന്, അല്ലേ? ഇങ്ങനില്ലേ? അങ്ങനെ വരിക. അപ്പൊ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ അത്? Maya asked me what my favorite food was. അങ്ങനല്ലേ വരാം. ഈ പറഞ്ഞ സമയത്ത് മീ വരുമല്ലോ, അപ്പൊ അതിന് മുമ്പ് ടു ചേർക്കണോ? മായ ആസ്ക്ഡ് ടു മീ എന്ന് വരുമോ? ഇല്ലല്ലോ. Asked me. Asked to me. ഈ asked me എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. Okay. Then
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് a friend said to John, a friend said to John, why are you worried? A friend, ഒരു ഫ്രണ്ട് ജോണിനോട് ചോദിച്ചു, പറഞ്ഞു, why are you late? Sorry, why are you worried? A friend said to John, why are you worried? സോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചു എന്നാക്കണം. ക്വസ്റ്റ്യൻ ആണല്ലോ, ചോദിച്ചു എന്നാക്കണം. ആര് ആരോട് ചോദിച്ചു പറയൂ. A friend asked to John. A friend asked John, Why you are worried? Why he was worried. Yes, correct. Why he was worried എന്നാണ്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, ഡയറക്ട്ലി യു ആണ് ചോദിച്ചെങ്കിൽ അത് ഇൻഡയറക്ട്ലി വരുമ്പോ വൈന് ശേഷം ഏത് സബ്ജക്റ്റാ വരാം? ജോൺ എന്ന് പറയുന്ന ആരാണ്? ഹി ആണ്. അപ്പൊ വൈ ഹി പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറാം. അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓക്സിലറി എന്ത് വരും? was വരും. Was. Then worried same ആണ്. Why he was worried എന്ന് വരും. ഓക്കെ, ആ വറീഡിൽ എപ്പോഴും മാറ്റൊന്നും വരില്ലേ മാം? അത് അങ്ങനെ തന്നെയാണോ എഴുതുക? അങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റിൽ വ്യത്യാസം വരുമ്പോ അങ്ങനെ മാറ്റം വരുമോ? ഇന്നലെ മിസ്സേ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എന്തുകൊണ്ടാണ് വരാതിരുന്നത് ചോദിക്കുമ്പോ അപ്പൊ അവിടെ ഇന്നലെ മാറിയുള്ളൂ. മനസ്സിലായോ? നമ്മൾ പഠിച്ച ആ ടേബിൾ ഇല്ലേ, ആ ടേബിളിലുള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോ ചേഞ്ച് വരാം. അല്ലാതെ വേറെ ഒന്നിനും ചേഞ്ച് വരില്ല. ഓക്കെ മാം. ഓക്കെ, ഒരുപാട് കടന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം അത്. സോ അപ്പൊ സ്മേതിയല്ലോ. നെക്സ്റ്റ് നോക്കി ഇവിടെ. What did you eat for lunch yesterday? The doctor said to the patient. Okay, അതെന്താ വരാ? നിങ്ങൾ നോക്കി പറയരുത്, ഞാൻ പറഞ്ഞുതരാം. The doctor asked the patient. Doctor പേഷ്യന്റിനോട് ചോദിച്ചു. Asked the patient. What തന്നെയാണ്? What കിടക്കട്ടെ അവിടെ. Okay. Then did you eat for lunch yesterday? What did you eat for lunch yesterday? അത് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞേ. ഡിഡ് ചോദിച്ചു. ഡിഡ് ചോദിക്കുമ്പോ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ആവും. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ഏത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറും? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറാം. അപ്പൊ ഡിഡ് ചോദിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, വാട്ട് വരെ കിട്ടി. അതിനുശേഷം വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ് വേണ്ടത്. അവിടെ യു ആയതുകൊണ്ട് ഇവിടെ എന്താണ് വരാം? ഡോക്ടർ പേഷ്യന്റിനോട് ചോദിച്ചേ. ഏത് പേഷ്യന്റിനും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഹി പറയാം അല്ലെ? ഹി മെയിലായിട്ട് കണക്കാക്കി ഹി ആക്കാം. ഹി ആണ്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. ഹി ആയതുകൊണ്ട് നമ്മള് പാസ്റ്റ് പെർഫെക്റ്റും ആയതുകൊണ്ട് നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യാം? ഹാഡ് ആണ്. അതിനുശേഷം വരുന്ന വെർബ് ഏതായിരിക്കണം? V3 ആയിരിക്കണം അല്ലെ? അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന വെർബ് ഈറ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോ ഈ V3 ആവണം. അപ്പൊ ഈറ്റൺ ആയി അല്ലെ? ഈറ്റൺ ഫോർ ലഞ്ച്. ഓക്കെ, ദെൻ മാറ്റേണ്ടത് എന്താണ്? യെസ്റ്റർഡേ ആണ്. യെസ്റ്റർഡേ എന്ത് വരും? പ്രീവിയസ് ഡേ. The previous day എന്ന് വരും. അപ്പൊ the doctor asked the patient what he had eaten for lunch the previous day എന്ന് വരും. കത്തുന്നുണ്ടോ? കുറച്ച് ടഫാണോ? കറക്റ്റ് ശ്രദ്ധിച്ചു വേണം.
ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ആ ടെൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏത് ടെൻസ് പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. അതെ, ടെൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ടേബിൾ നന്നായിട്ട് പഠിക്കാതെ രക്ഷയില്ല. അത് മാത്രമല്ല, യെസ്റ്റർഡേ ഇതുപോലെ ഒരുപാട് ഡേ വരും. യെസ്റ്റർഡേ വരും, ടുമാറോ വരും, ടുഡേ വരും, ഒരുപാട് വരും. അതെല്ലാം പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? സോ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. പഠിക്കണം. ഒരു കാര്യം ചെയ്യൂ കേട്ടോ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ടേ നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ ഒന്ന് എഴുതിയേ. ഡോക്ടർ പേഷ്യന്റിനോട് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോ ഇത് എഴുതൂ. നോട്ട്ബുക്കില് സബ്ജക്ട്, ഡയറക്റ്റ് സബ്ജക്ട്, ഇൻഡയറക്റ്റ് സബ്ജക്ട് ഒക്കെ എങ്ങനെ മാറാം അതൊന്ന് എഴുതിക്കോ. നിങ്ങൾ എഴുതിയാലേ പഠിക്കുള്ളൂ. ഐ ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇടാ. ഐ എങ്ങോട്ട് മാറുന്നു? ഹി അല്ലെങ്കിൽ ഷീയിലേക്ക് മാറും. ഓക്കെ, ഐ ഹി ഓർ ഷീയിലേക്ക് മാറും. യു എന്തിലേക്ക് മാറുന്നു? യു സെയിം തന്നെയാണ്. ഹി അല്ലെങ്കിൽ ഷീയിലേക്ക് മാറും. യു ഹി ഓർ ഷീയിലേക്ക് മാറും. ഇനി യുവർ അങ്ങോട്ട് മാറും. നിങ്ങൾ തന്നെ പറഞ്ഞേ, യുവർ അങ്ങോട്ട് മാറും. യുവർ തന്നെയാണ്. പിന്നെ യുവർ തന്നെ. ആര് പറഞ്ഞു? ഹിസ് ഹെയറിലേക്ക് മാറും. വിയോ? വി ദയിലേക്ക് മാറും. ഇതൊക്കെ പഠിക്കണം കേട്ടോ, വെറുതെ തരുന്നല്ല, പഠിക്കാൻ വേണ്ടിയാ. അവർ ദയറിലേക്ക് മാറും. അവർ ദയർ. മൈ ഹിസ് ഹെർ. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കി എഴുതണേ. ടുഡേ, ദാറ്റ് ഡേ, ഇതൊക്കെ കോമൺ ആണ്. എല്ലാം ഒരുപാട് വലിച്ചവരെ പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എത്രയെങ്കിലും നോക്കി വെക്കാം. ടുമാറോ ഷോർട്ടാക്കിയാണ് എടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് എഴുതാം നിങ്ങള്. നെക്സ്റ്റ് ഡേ, yesterday, the previous day. Now, then, this, that, here, there. Okay, ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കും. അതിൽ ഒരു പേജിൽ അത് എഴുതാം. ഓക്കെ, അതിന്റെ കൂടെ ഒന്നിച്ച് എഴുതണ്ട, കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഞാൻ പറയുന്നത് എഴുതാം. എഴുതി കഴിയുമ്പോ പറയാം. ഇപ്പൊ പറഞ്ഞതിന്റെ ഹെഡിങ് എന്താ മാം കൊടുക്കേണ്ടത്? ഹെഡിങ് എന്താ കൊടുക്കുക? ഡയറക്റ്റ്ലി കൊടുത്തിരിക്കുന്ന സബ്ജക്ട് അല്ലല്ലോ, സബ്ജക്ട് മാത്രമല്ല ഞാൻ തന്നിരിക്കുന്നത്, ടുമാറോ ക്ലിയർ. അപ്പൊ ഡയറക്റ്റ്ലി വേർഡ് ഇന്റർലേക്ക് മാറുന്നത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അങ്ങനെ കൊടുത്താൽ മതിയോ? വേർഡ്സ് ഇൻഡയറക്റ്റ് അങ്ങനെ കൊടുക്കും. നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. താഴെ
So, എസ്റ്റർഡേ കഴിഞ്ഞിട്ട് നൗ ആണ് എഴുതിക്കുന്നത്. എന്ന് പറയുമ്പോ നൗ ആണ്. now ആണ്, sorry. now ആണ് ട്ടോ. Mistake ആണേ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ, അടുത്തത് കൂടെ എഴുതിക്കോട്ടോ. ആം ഈസ് വാസ് ആയിട്ട് വരും. ഇത് ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ്. ക്വസ്റ്റ്യൻസ് അല്ല, ഇതും എഴുതിക്കോ, സെയിം തന്നെയാണ്. ആം ഈസ് വാസിലേക്ക് മാറും. ആർ വാസ് ഓർ വെയറിലേക്ക് മാറുന്നു. ഡു ഡസ് ഡിഡിലേക്ക് മാറും. ഹാസ് ഹാവ് ഹാഡിലേക്ക് മാറും. ഓക്കെ, ഹാസ് ഹാവ് ഹാഡ് ഹാഡിലേക്ക് മാറും. വില്ല് വുഡ് ആകും. ഷാൽ ഷുഡ് ആകും. ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഹാഡ് ടു ഡിഡ് ഹാഡ് വാസ് വെയർ ഹാഡ് ബീൻ. ഓക്കെ, ലാസ്റ്റ് നോക്കണ്ട, ചുമ്മാ എഴുതുമ്പോ എല്ലാം കൂടെ എഴുതണമെന്ന് ചോദിച്ചിട്ട് എഴുതുകയാണ്. ഹാഡ് ബീൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ എഴുതിക്കോ? V1 V2യിലേക്ക് മാറും. വെർബിന് മാറ്റം വേണ്ടേ? അപ്പൊ V1 V2യിലേക്ക് ചേഞ്ച് ചെയ്യും. V2 had പ്ലസ് V3യിലേക്ക് മാറും. Okay, is it finished? Yes, ma'am. Yes. Okay, so ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. Sarah said, what will I wear to school tomorrow? What will I wear? What will I wear to school tomorrow? സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ധരിക്കും എന്നാണ് സാറ ചോദിക്കുന്നത്. Sarah said, what will I? ടെക്സ്റ്റ് ചെയ്യണോ ഞാൻ? പറയൂ. ധരിക്കാനുള്ളതല്ലേ, വേറെ അല്ലേ? ധരിക്കുക, WEER. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്തേ. ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ, പറയണ്ട. കാരണം ആർക്കൊക്കെ മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പറയുമ്പോൾ. ടെക്സ്റ്റ് ചെയ്യൂ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും.
മിസ് മ്യൂട്ടാ മിസ്സേ. സോറി. ഓക്കെ, സോ ടെക്സ്റ്റ് ചെയ്യും, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണേ. മസ്റ്റ് ആയിട്ട് ചെയ്യണം. Okay. Okay, Sarah asked the what she would wear to school the next day. Correct ആണ്. Okay, so clear ആണല്ലോ. Okay, next. The teacher said to me, what are you doing? The teacher said to me, what are you doing? Okay, നിങ്ങൾക്ക് ഈ ചോദ്യം എന്താണ് മനസ്സിലായത്? The teacher said to me, what are you doing? മലയാളം എന്ന് പറഞ്ഞേ, പറയൂ. ടീച്ചർ എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന്. ടീച്ചർ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത്, അല്ലെ? അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്. സോ നിങ്ങൾ തേർഡ് പേഴ്സൺ ആയിട്ട് എന്നോട് എന്ത് പറഞ്ഞേ? ടീച്ചർ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. അല്ലേ? അപ്പൊ അവിടെ മീ എന്താകും എന്ന് നിങ്ങൾ തന്നെ യു എന്താകും എന്ന് ആലോചിക്കും.
തേർഡ് പേഴ്സൺ പറയുമ്പോ കൊടുത്ത് അല്ലേ? തേർഡ് പേഴ്സൺ ആണ് I ആവില്ലേ മാം? ചോദിക്കുന്നത്. അറിയില്ല. ഇപ്പോ നമ്മൾ പറയാണ്, ടീച്ചർ എന്നോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയല്ലേ പറയാം? ഈ എന്നോടല്ലേ ചോദിച്ചു, അപ്പൊ ഞാനല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടേ, അല്ലേ? അതെ മിസ്സേ. So the teacher asked me what I was doing എന്ന് പറയൂ. What was I am doing എന്ന് വരും മിസ്സേ. What was I doing എന്ന് പറയും. What was I doing? What I was doing അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. What was I doing എന്നാണ് കേട്ടോ. അപ്പൊ വേറെ എവിടെയാ മിസ് ഉപയോഗിക്കുന്നത്? വേറോ? വേറല്ല, വേറോ? ഇപ്പൊ വാസ് വേർ ആവത്തില്ലേ? ആർന്നുള്ളത് വോസും വേറും ആവാലോ, അങ്ങനെ മിസ് പറഞ്ഞില്ലായിരുന്നു? അത് ഓക്കെ. പക്ഷെ ഐ വരുമ്പോ എന്താ വരുന്നത്? ഐയുടെ കൂടെ വോസ് യൂസ് ചെയ്യത്തുള്ളൂ. വോസ് എന്നുള്ളതല്ലേ? അതെ, ഐ വരുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വാസ് ഐ യൂസ് ചെയ്യും. അതുകൊണ്ട് അവിടെ വാസ് വന്നു. അവിടെ ആർ യു എന്ന് ചോദിക്കുന്ന കാരണം യു ആയതുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. അതല്ല മിസ്സേ, അവള് ചോദിച്ചത് വാസും വേറും അല്ലേ വരിക. അപ്പൊ വാസ് ഐ സെറ്റിനോടത്ത് വരും. അപ്പൊ വേറെ എവിടെ വരികയെന്ന് ചോദിക്കണത്. വേറെ വരാൻ ചാൻസ് കുറവാ. കാരണം യു വേറെ വരുന്നെങ്കിൽ അവരോട് പറയുമ്പോ വരും മിസ്സേ. വരുമ്പോഴും ബി വരുമ്പോഴൊക്കെ വരും. അവരോട് പറഞ്ഞു മിസ്സേ, വീട് കൂടെയാണോ വേറെ? ദേ വരുമ്പോ വരും, വേറെ വരും കേട്ടോ. അവരോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറ്റില്ലേ? ദേ വരുമ്പോ വേറെ വരും. നിങ്ങൾ ചിന്തിക്കേണ്ടത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം വാസ് ആണോ വേറാണോ അടയേണ്ടത്. അത്രയും മാത്രം നോക്കിയാൽ മതി. അതർവൈസ് ക്ലിയർ ആണ് അല്ലേ? ഇവിടെ ഹി വേർ ഡൂയിങ് അതെന്താണത്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെന്താ ഉദ്ദേശിക്കുന്നത്. മിസ്സേ, ഇത് ടീച്ചർ സെഡ് ടു കഴിഞ്ഞിട്ട് അവിടെ വരുമോ? അവരോട് പറഞ്ഞു. അവരോട് ഇപ്പൊ എന്നോട് പറഞ്ഞു എന്നുള്ളത് അവരോട് പറയുമ്പോ അപ്പൊ അവിടെ വേറെ വരില്ലേ? The teacher said to them. The teacher said to them, what are they doing? What are you doing? Teacher അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? What are you doing? Yes. അപ്പോ the teacher asked to them, what are അല്ല വരാ, what were they doing? ഓക്കെ മിസ്, ഓക്കെ. അപ്പോ ഇവിടെ രണ്ടുപേരും ഇതിനെ തെറ്റാണ്. മുസൈബ ഐ വെയർ, ഒരിക്കലും ഐയുടെ കൂടെ വേറെ വരില്ലല്ലോ. മായ ഐ വെയർ, എന്താണ് ഐ വെയർ എന്ന് പറഞ്ഞേ? ഐയുടെ കൂടെ വാസാണ് വരാ. ഓക്കെ, പക്ഷെ അല്ല, ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്ന എന്താണെന്നറിയോ മിസ്സേ? ഇവിടെ വോസ് ഓർ വെയർന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചേർത്തു എന്നുള്ളു. വാസാന്ന് മനസ്സിൽ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് വേറാണോ വരുന്നതെന്ന് തോന്നിയപ്പോ ഒരു കൺഫ്യൂഷൻ വന്നതാ. വേറെ വരുന്നത് സബ്ജക്റ്റിനെ ബേസ് ആയിരിക്കും, ബേസ് ചെയ്തായിരിക്കും കേട്ടോ. അതെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ മറന്നു. ഓക്കെ, ആൻസർ ദ ടീച്ചേഴ്സ് ആസ്ക്ഡ് മീ വാട്ട് വാസ് ഐ ഡൂയിങ് എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ?
What do you want? What do you want? He said to her. He said to her. What do you want? He said to her. എന്താ പറയാ? What do you want? ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ് മാം. യെസ്. സിമ്പിൾ പാസ്റ്റോ? ചോദിച്ചത് ഏത് ടെൻസ് ആണ്? ഡയറക്റ്റ്. സിമ്പിൾ അത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്കല്ലേ വരുന്നേ? യെസ്. അപ്പൊ എന്തായിരിക്കും പറയാം? അവിടെ ഇവിടെ ഇട്ടാവോ മിസ്സേ? നോക്കൂ, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യാ? നമ്മൾ സ്ട്രക്ചർ എന്താണ് സിമ്പിൾ പാസ്റ്റില്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സബ്ജക്ട് പ്ലസ് V2 അല്ലേ? V3 V2 ആണ്. അതെ. അപ്പൊ ഇവിടെ വെർബ് ഏതാണ്? വെർബ് ഏതാണ്? വാണ്ടാണോ? വാണ്ടിന് വീക്ക് കൊടുത്താ പോരെ? ഡിഡിന്റെ ആവശ്യമുണ്ടോ? ഡിഡ് പ്ലസ് വാണ്ട് ആണ് വാണ്ടഡ് അല്ലേ? ഇപ്പൊ ഏറ്റവും സിമ്പിൾ നേരായ വഴി നോക്കുക. V2 V1നെ V2യിലേക്ക് മാറ്റാം. അത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് അവിടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ആൻസർ എന്ന് പറഞ്ഞേ. He asked her, he asked her. ഇത് വരും. What she wanted. What she wanted. What she wanted. ഇത്രേ വരും. സിമ്പിൾ. നിങ്ങളെ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം. എങ്ങനെ ആണോ? തല കുറച്ച് പോയട്ടെ. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എവിടേക്കോ എവിടേക്കോ മനസ്സിലായിട്ടുണ്ട്, എന്നാലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. വലഞ്ഞല്ലേ കൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുപ്പിക്കണ്ടേ എനിക്ക്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ, സാറ സെഡ് വാട്ട് വിൽ ഐ വിയർ ടു സ്കൂൾ ടുമോറോ. അതിൽ സാറ സെഡ് മീന്ന് വരുമോ? സാറ സെഡ് ടു മീ. ക്വസ്റ്റ്യൻ നോക്കണ്ട, നിങ്ങള് ആൻസർ നോക്കാം. അതിൽ സാറ ആസ്ക്ഡ് ടു മീ എന്നാകാം, ചിലപ്പോ ആസ്ക്ഡ് മീ എന്നാകാം. ടു ഇല്ലെങ്കിൽ അവിടെ വിഷയമൊന്നുമില്ല. ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞാലും മതി. അത് സാറ ആസ്ക്ഡ് മീന്ന് എഴുതണോന്ന് ചോദിച്ചാൽ മീന്ന് എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, റിസീവർ ആരാണോ അവരെ സൂചിപ്പിക്കാനാണ് നമ്മൾ ടു ആഡ് ചെയ്യുന്നത്, ടു പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യുന്നത് അല്ലെ? നമുക്കത് ഓൾറെഡി അറിയാം റിസീവർ ആരാണെന്ന് അറിയാം. ഷി ആസ്ക്ഡ് മീ, ഷി ആസ്ക്ഡ് ടു മീ എന്ന് ചോദിക്കണമെന്നില്ല. ഷി ആസ്ക്ഡ് മീ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഷി ആസ്ക്ഡ് മീ അല്ലെങ്കിൽ ഷി ആസ്ക്ഡ് ഹിം എന്നൊക്കെ ചോദിക്കാം. സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എത്തിക്കോളൂ. She said to him, why don't you go today? She said to him, why don't you go today? ഇവിടെ നിങ്ങൾക്ക് കൺവേർട്ടിങ് അല്ലേ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. അതർവൈസ് എല്ലാം കറക്റ്റ് അല്ലേ? നമുക്ക് ഷി ആസ്ക്ഡ് ഹിം അത് കിട്ടും. കിട്ടില്ലേ അത്? ഷി ആസ്ക്ഡ് ഹിം
then question word കിട്ടും by. അല്ലെ? ഇത്രയും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആണോ? യെസ് മാം. ഡൗട്ട് ഉള്ളത് കൺവേർട്ടിംഗ് പോർഷൻ അല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്. അതായത് ഈ ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് യു ഗോ ടുഡേ അത്രയും പോർഷൻ ആണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നേ? അതല്ല മാം, ഞാൻ എനിക്ക് വന്നൊരു ഡൗട്ട് പറയാം. അതായത് ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിളിൽ നോക്കി വെച്ചത് വൈ ആർ യു ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇതാക്കുന്ന സമയത്ത് വൈ ഹി വാസ് ലേറ്റ് എന്ന് എഴുതി. പക്ഷേ മറ്റേ ഇതില് വരുന്ന സമയത്ത് ഒരു മിനിറ്റ്, വേറൊരെണ്ണത്തില് വേറൊരെണ്ണത്തിൽ വരുമ്പോ ഞാൻ ആദ്യം മനസ്സിലാക്കി വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു വെച്ചിരുന്നത്. വേറൊരു ഇതിൽ വന്ന സമയത്ത് അത് ഫുൾ ചേഞ്ച് ആയി, വീണ്ടും ആ പഴയ ആ ഒരു സ്ട്രക്ചറിലേക്ക് തന്നെ ചെയ്യുന്ന പോലെ തോന്നി. അതാ ഒരു ഡൗട്ട്. മനസ്സിലായത്? why are you late today അല്ലെങ്കിൽ why are you worried എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു നിങ്ങൾക്ക് എന്താണ് ശരിയാണ്, എനിക്ക് മനസ്സിലായി. അത് കൂടുതലും വരുന്നത് ഈസ് വരുമ്പോഴാണ് ആ വാസ് ആദ്യം വരുന്നത്. ഓക്കെ, വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്ന് വരും. അത് കുറച്ച് ട്രിക്കിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. ഓക്കെ, പോകുന്ന ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം, ഓരോന്ന് പറഞ്ഞുതരാം. എനിക്ക് തോന്നി ആ ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, സോ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങള് അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ കൺഫ്യൂഷനോട് കൂടി നിങ്ങൾ പോകാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ആക്കാം. ഓക്കെ, യെസ്, ഇതൊന്ന് ആൻസർ ചെയ്യൂട്ടോ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഡൗട്ട് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുക. ഇതിന് ആൻസർ ഒന്ന് പറയാമോ ആരെങ്കിലും? ഇവിടെ ഡോണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡോണ്ട് എന്താണ്? ഡോണ്ട് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ് ഡോണ്ട്, അല്ലെ? അത് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. എന്തായിട്ട് വരും? ഡു എന്താകും? ഡിഡ് ആവോ? ഡിഡിന്റ് ആവോ? ആകും. She asked him why he didn't go that day എന്ന് വരും മാം. ടുഡേ എന്താകും? ദാറ്റ് ഡേ ആകും, അല്ലെ? Why he didn't go that day. Okay? Yes. She asked him why he didn't go that day. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നതിന്റെയാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെന്താണ്, ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ ചെയ്യാലോ. സോ ഇന്നെന്താണ് അവസ്ഥ? ഫുള്ള് കിളിയും പോയോ? ഏകദേശം എല്ലാ കിളിയും പോയി. മിസ്സേ, ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ, ഞാൻ ഫാദറിനെ കൊണ്ട് ഹോസ്പിറ്റലാണ്. ഞാൻ ലെഫ്റ്റ് ആവുകയാണേ. ഓക്കെ മാം. ഓക്കെ. അപ്പൊ ഫുള്ള് കുറച്ച് കിളിയൊക്കെ പോയല്ലേ തോന്നി എനിക്ക്. ഓക്കെ, സോ മാക്സിമം പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, സോ സൈൻ ഔട്ട് പറയൂ കേട്ടോ. ഒരു റീഡിയൽസ് വെച്ചിട്ട് സൈൻ ഔട്ട് ചെയ്താലോ മിസ്സേ? ഒരു റീഡില് ചോദിച്ചിട്ട് സൈൻ ഔട്ട് ചെയ്താലോ? പിന്നെ ചെയ്യാലോ. Okay. I move on tracks. I don't have feet. I make a loud sound. I carry people from place to place. Who I am? ട്രെയിൻ അല്ലേ? Ah? ട്രെയിൻ. Train ആണ്. Yes. Okay. ഓക്കെ, ഇതൊക്കെ അറിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതായത് റെക്കോർഡ് വർക്ക് തന്നതല്ലേ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അപർണ മിസ് പറഞ്ഞായിരുന്നു ഇതൊക്കെ വെച്ച് സൈൻ ഔട്ട് ഒക്കെ ചെയ്യാന്. അപ്പൊ വൈവ വരുമ്പോ വലിയ ഡൗട്ട് ഒന്നും വരില്ല, അതൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന്.
Okay. So, അപ്പൊ അതിന്റെ പേരാലോ? Yes. Okay, Miss. Okay. Thank you. Thank you all. See you on the next class. Thank you, Okay, ma'am. bye. താങ്ക് യു മാം. Ma'am.